ഓട്സ് ഇല്ലെന്ന് കരുതിയോ അല്ലെങ്കിൽ ഓട്സ് തീർന്നാലോ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഒരു 3-4 സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഞാനത് എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് എന്നിട്ട് 2-2.5 ഗ്ലാസ്സോളം വെള്ളം വെച്ചു. ഇപ്പോൾ 2 ഗ്ലാസ് ഒഴിച്ചിട്ട് പിന്നീട് ഞാൻ പോരാൻ തോന്നിയിട്ടാണ് 1/2 ഗ്ലാസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ലൂസായിട്ടിരിക്കണം കേട്ടോ, എന്നാലേ നന്നായിട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ കുറുകിപ്പോവും, ഒരുപാടും കുറുകിപ്പോവും. എന്നിട്ട് പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ടയൊന്നും ഉണ്ടാവരുത്. കട്ടയൊക്കെ ഇളക്കിയിട്ട് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക. നമ്മൾ അത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം, അടിയിൽ പിടിക്കും. അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കട്ടിയായാൽ പിന്നെ അത് ശരിയായിട്ട് വരത്തില്ല, കാണാനും ഒരു രസമില്ല, ചവയ്ക്കാനും അത് കട്ടിക്കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ നമുക്കത്. എന്നിട്ട് പാലൊഴിച്ച് കൊടുക്കുക. കവർ പാലാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. അത് ആവശ്യം ഒഴിച്ച് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കൂടുതലൊഴിച്ചാൽ കൂടുതൽ നല്ല ടേസ്റ്റ് വരും. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. മാവ് നന്നായിട്ട് വേവണം. തീ ആദ്യം തിളയ്ക്കുന്നത് വരെ കൂട്ടി വെച്ചിരുന്നാൽ മതി, പിന്നെ അങ്ങ് സിമ്മിലിടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കി. എപ്പോഴും നമുക്ക് കുട്ടികൾക്കൊക്കെ ഗോതമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് അങ്ങനെ പിഴിഞ്ഞെടുത്ത് അങ്ങനെ കാച്ചി കൊടുക്കത്തില്ല, ഏതാണ്ട് അതുപോലെയൊക്കെ ഇരിക്കും. അത്രയേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരു ഏലക്ക ഇടാൻ പറ്റിയാൽ അത്രയും കൂടെ നല്ലത് ടേസ്റ്റ് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഓക്കെ, ബൈ. ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം.